അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തർബിയ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാഹ് ഇന്ന് നാം സംസാരിക്കുന്ന മദ്രസയെക്കുറിച്ചാണ്. മദ്രസ നമുക്കറിയാം, നമ്മളാക്കുന്ന ഒരു പാഠശാലയാണല്ലോ മദ്രസ എന്ന് പറയുന്നത്. മദ്രസയിൽ നിന്നാണ് നാം അദബും സംസ്കാരവും, വാപ്പ ആരാണ്, ഉമ്മ ആരാണ്, വാപ്പയോട് ഉമ്മയോട് പെരുമാറേണ്ട രീതി അടക്കം ഒരു മനുഷ്യൻ്റെ A to Z കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു പാഠശാലയാണ് മദ്രസ. ആ മദ്രസ പഠനം ഇന്ന് പാതി വഴിയിൽ ഉപേക്ഷിച്ച് സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ പേര്, ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ മദ്രസ മുടക്കുന്നവർ രക്ഷിതാക്കൾ ഓരോരുത്തരും നാളെ റബ്ബിൻ്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നൽകി. അല്ലാഹുവിനെ കുറിച്ച് പഠിപ്പിക്കുന്ന, പരിശുദ്ധ ദീനിനെ കുറിച്ച് പഠിപ്പിക്കുന്ന, എന്തിനു പറയണം, സമൂഹത്തിലെ നിഖില മേഖലകളെ പരിചയപ്പെടുത്തുന്ന നമ്മളെ അയൽവാസികൾ, നമ്മളെ കൂട്ടുകാർ, നമ്മളെ സഹപാഠികൾ അടക്കം നമുക്ക് വേണ്ടതെല്ലാം പഠിപ്പിച്ചു തരുന്ന മദ്രസ പഠനം കൃത്യമായിട്ട് വേണ്ട രൂപത്തിൽ കൊടുക്കാതെ എങ്ങാനും സ്കൂളുള്ള സമയങ്ങളിൽ മദ്രസ ഒഴിവാക്കി ശനിയും ഞായറും മാത്രം മദ്രസയിൽ വിട്ടതുകൊണ്ട് കാര്യമില്ല. കൃത്യമായി മദ്രസയിൽ നമ്മുടെ മക്കളെ വിട്ടാൽ അത് നാളെ നമുക്ക് ഉപകാരപ്പെടും. എനിക്ക് മദ്രസ നിർത്തിയ രക്ഷിതാക്കളോട് പറയാനുള്ളത്, മദ്രസ നിർത്തിയിട്ടുണ്ടാകും, ചിലപ്പോൾ സ്കൂളിൻ്റെ പേരിൽ, ട്യൂഷൻ്റെ പേരിലായിരിക്കാം, എന്തിൻ്റെ പേരിലായാലും 7 വരെയോ 5 വരെയൊക്കെ പഠിച്ച വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികൾ മദ്രസ നിർത്തിയിട്ടുണ്ടെങ്കിൽ അവരോട് നിങ്ങളൊന്ന് നിസ്കാരത്തെക്കുറിച്ച് ചോദിച്ചു നോക്കൂ, ഖുർആനൊന്ന് ഓതിപ്പിച്ചു നോക്കൂ, ദിക്റുകളൊക്കെ ഒന്ന് ചൊല്ലിപ്പിച്ചു നോക്കൂ, സംസ്കാരങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ഒന്ന് കേട്ടു നോക്കൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തർബിയ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാഹ് ഇന്ന് നാം സംസാരിക്കുന്ന മദ്രസയെക്കുറിച്ചാണ്. മദ്രസ നമുക്കറിയാം, നമ്മളാക്കുന്ന ഒരു പാഠശാലയാണല്ലോ മദ്രസ എന്ന് പറയുന്നത്. മദ്രസയിൽ നിന്നാണ് നാം അദബും സംസ്കാരവും, വാപ്പ ആരാണ്, ഉമ്മ ആരാണ്, വാപ്പയോട് ഉമ്മയോട് പെരുമാറേണ്ട രീതി അടക്കം ഒരു മനുഷ്യൻ്റെ A to Z കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു പാഠശാലയാണ് മദ്രസ. ആ മദ്രസ പഠനം ഇന്ന് പാതി വഴിയിൽ ഉപേക്ഷിച്ച് സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ പേര്, ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ മദ്രസ മുടക്കുന്നവർ രക്ഷിതാക്കൾ ഓരോരുത്തരും നാളെ റബ്ബിൻ്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നൽകി. അല്ലാഹുവിനെ കുറിച്ച് പഠിപ്പിക്കുന്ന, പരിശുദ്ധ ദീനിനെ കുറിച്ച് പഠിപ്പിക്കുന്ന, എന്തിനു പറയണം, സമൂഹത്തിലെ നിഖില മേഖലകളെ പരിചയപ്പെടുത്തുന്ന നമ്മളെ അയൽവാസികൾ, നമ്മളെ കൂട്ടുകാർ, നമ്മളെ സഹപാഠികൾ അടക്കം നമുക്ക് വേണ്ടതെല്ലാം പഠിപ്പിച്ചു തരുന്ന മദ്രസ പഠനം കൃത്യമായിട്ട് വേണ്ട രൂപത്തിൽ കൊടുക്കാതെ എങ്ങാനും സ്കൂളുള്ള സമയങ്ങളിൽ മദ്രസ ഒഴിവാക്കി ശനിയും ഞായറും മാത്രം മദ്രസയിൽ വിട്ടതുകൊണ്ട് കാര്യമില്ല. കൃത്യമായി മദ്രസയിൽ നമ്മുടെ മക്കളെ വിട്ടാൽ അത് നാളെ നമുക്ക് ഉപകാരപ്പെടും. എനിക്ക് മദ്രസ നിർത്തിയ രക്ഷിതാക്കളോട് പറയാനുള്ളത്, മദ്രസ നിർത്തിയിട്ടുണ്ടാകും, ചിലപ്പോൾ സ്കൂളിൻ്റെ പേരിൽ, ട്യൂഷൻ്റെ പേരിലായിരിക്കാം, എന്തിൻ്റെ പേരിലായാലും 7 വരെയോ 5 വരെയൊക്കെ പഠിച്ച വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികൾ മദ്രസ നിർത്തിയിട്ടുണ്ടെങ്കിൽ അവരോട് നിങ്ങളൊന്ന് നിസ്കാരത്തെക്കുറിച്ച് ചോദിച്ചു നോക്കൂ, ഖുർആനൊന്ന് ഓതിപ്പിച്ചു നോക്കൂ, ദിക്റുകളൊക്കെ ഒന്ന് ചൊല്ലിപ്പിച്ചു നോക്കൂ, സംസ്കാരങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ഒന്ന് കേട്ടു നോക്കൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തർബിയ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാഹ് ഇന്ന് നാം സംസാരിക്കുന്ന മദ്രസയെക്കുറിച്ചാണ്. മദ്രസ നമുക്കറിയാം, നമ്മളാക്കുന്ന ഒരു പാഠശാലയാണല്ലോ മദ്രസ എന്ന് പറയുന്നത്. മദ്രസയിൽ നിന്നാണ് നാം അദബും സംസ്കാരവും, വാപ്പ ആരാണ്, ഉമ്മ ആരാണ്, വാപ്പയോട് ഉമ്മയോട് പെരുമാറേണ്ട രീതി അടക്കം ഒരു മനുഷ്യൻ്റെ A to Z കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു പാഠശാലയാണ് മദ്രസ. ആ മദ്രസ പഠനം ഇന്ന് പാതി വഴിയിൽ ഉപേക്ഷിച്ച് സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ പേര്, ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ മദ്രസ മുടക്കുന്നവർ രക്ഷിതാക്കൾ ഓരോരുത്തരും നാളെ റബ്ബിൻ്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരും. കാരണം
അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നൽകി. അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിക്കുന്ന, പരിശുദ്ധ ദീനിനെ കുറിച്ച് പഠിപ്പിക്കുന്ന, എന്തിനു പറയണം, സമൂഹത്തിലെ നിഖില മേഖലകളെ പരിചയപ്പെടുത്തുന്ന നമ്മളെ അയൽവാസികൾ, നമ്മളെ കൂട്ടുകാർ, നമ്മളെ സഹപാഠികൾ അടക്കം നമുക്ക് വേണ്ടതെല്ലാം പഠിപ്പിച്ചു തരുന്ന മദ്രസ പഠനം കൃത്യമായിട്ട് വേണ്ട രൂപത്തിൽ കൊടുക്കാതെ എങ്ങാനും സ്കൂളുള്ള സമയങ്ങളിൽ മദ്രസ ഒഴിവാക്കി ശനിയും ഞായറും മാത്രം മദ്രസയിൽ വിട്ടതുകൊണ്ട് കാര്യമില്ല. കൃത്യമായി മദ്രസയിൽ നമ്മുടെ മക്കളെ വിട്ടാൽ അത് നാളെ നമുക്ക് ഉപകാരപ്പെടും. എനിക്ക് മദ്രസ നിർത്തിയ രക്ഷിതാക്കളോട് പറയാനുള്ളത്, മദ്രസ നിർത്തിയിട്ടുണ്ടാകും, ചിലപ്പോൾ സ്കൂളിൻ്റെ പേരിൽ, ട്യൂഷൻ്റെ പേരിലായിരിക്കാം, എന്തിൻ്റെ പേരിലായാലും 7 വരെയോ 5 വരെയൊക്കെ പഠിച്ച വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികൾ മദ്രസ നിർത്തിയിട്ടുണ്ടെങ്കിൽ അവരോട് നിങ്ങളൊന്ന് നിസ്കാരത്തെക്കുറിച്ച് ചോദിച്ചു നോക്കൂ, ഖുർആനൊന്ന് ഓതിപ്പിച്ചു നോക്കൂ, ദിക്റുകളൊക്കെ ഒന്ന് ചൊല്ലിപ്പിച്ചു നോക്കൂ, സംസ്കാരങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ഒന്ന് കേട്ടു നോക്കൂ. അതുകൊണ്ട് മദ്രസ പഠനം കൃത്യമായിട്ട് നമ്മുടെ മക്കൾക്ക് കൊടുത്തുകൊണ്ടിരിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല ഇൽമ് പഠിക്കാനും ദീൻ പഠിക്കാനുള്ളൊരു മനസ്സ് നമുക്ക് നൽകുകയും നമ്മളെ പഠിപ്പിക്കാനുള്ളൊരു മൈൻഡ് നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുകയാണ്. എല്ലാ മക്കളെയും കൃത്യമായിട്ട് മദ്രസ പഠിപ്പിച്ചാലാണ് വലതുൻ സ്വാലിഹിൻ യദൂലഹു എന്ന് പറയുന്ന, നാം മരിച്ചാൽ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കൾ നാളെ ഖബറാകുന്ന ലോകത്ത് നമുക്ക് ഉപകാരപ്പെടുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെല്ലാവരും നമ്മളെ മക്കളെ കൃത്യമായിട്ട് മദ്രസ പഠിപ്പിക്കണം. പഠിപ്പിക്കുന്ന സമയം നമുക്കറിയാം, ഒരു 10ാം ക്ലാസ്സിന് താഴെയുള്ള സമയത്താണ് പഠിപ്പിക്കാറുള്ളത്. ആ ടൈമിൽ നമ്മൾ പഠിപ്പിക്കേണ്ട സമയത്ത് പഠിപ്പിച്ചില്ലെങ്കിൽ പിന്നീട് തഹിയ്യാത്ത്, പിന്നീട് നിസ്കാരമൊക്കെ പഠിക്കാൻ വളരെ മടിയായിരിക്കും. ഭൗതികമായിട്ട് ഉന്നതങ്ങളിലെത്തുമ്പോൾ അവരേതായ പഠന മേഖലയെ തേടിപ്പോകുന്നതാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് മദ്രസ കൊടുക്കാൻ എൻ്റെ മുസ്ലിം ഉമ്മത്തിനോട്, മുസ്ലിമീങ്ങളോട് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.